പാലക്കാട് അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് വമ്പൻ പ്രഖ്യാപനമുണ്ടായത്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എന്ന പ്രഖ്യാപനം 2 ദിവസം മുൻപാണ് ഇക്കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് ഹൈക്കമാൻഡിന്റെ അനുമതി ലഭിച്ചത്. നേരത്തെ CPIയിലേക്ക് സന്ദീപ് ചേക്കേറുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഇതൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് പോയത്. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മാധ്യമങ്ങൾക്ക് പോലും അറിയാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കങ്ങൾ നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒടുവിൽ 2 ദിവസം മുൻപാണ് ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ അനുമതി കിട്ടിയത്. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയുള്ള ഈ പ്രഖ്യാപനം BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക എന്നതിൽ തർക്കമില്ല. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇടപെട്ടാണ് സന്ദീപിനെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നത് എന്നാണ് വിവരം. KPCC തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പാർട്ടി നേതൃത്വവുമായി സന്ദീപ് വാര്യർ ആകുന്നത്. പ്രചാരണ പരിപാടികളിൽ ഉൾപ്പെടെ അവഗണന നേരിട്ടുവെന്ന് സന്ദീപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാറിനെതിരെ നിരന്തരം വിമർശനങ്ങൾ നടത്തി വന്നിരുന്ന സന്ദീപ് പക്ഷേ കോൺഗ്രസിൽ പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല. നേരത്തെ സന്ദീപ് CPI CPM നേതാക്കളുമായി അനൌദ്യോഗിക ചർച്ച നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. AK ബാലന്റെ നേതൃത്വത്തിലായിരുന്നു CPM ചർച്ച നടത്തിയത്. സന്ദീപിനെ പ്രശംസിച്ച് ബാലൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ അത് പിന്നീട് മുന്നോട്ട് നീങ്ങിയില്ല. ശേഷമാണ് കോൺഗ്രസുമായി ചർച്ച നടന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ സന്ദീപിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി എന്നാണ് വിലയിരുത്തൽ. നേരത്തെ പാർട്ടിയിൽ നിന്ന് വിമത നീക്കം നടത്തി CPMയിലേക്ക് പോയ P സരിന്റെ പുറത്തുപോകലിന് പകരം വയ്ക്കാൻ സന്ദീപിന്റെ വരവ് ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ഇനി കോൺഗ്രസ് ലക്ഷ്യം. അതും ദേശീയ തലത്തിലെ എതിരാളികളുടെ ഇടയിൽ നിന്ന് വരുന്ന നേതാവായതിനാൽ കാര്യമായ പ്രചാരണം അവർ നൽകും. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുക്ക് തുടരുന്നതിന് രാജ്യത്തെ വിവിധ മേഖലകൾ സാക്ഷ്യം വഹിക്കുമ്പോൾ തിരിച്ചുള്ള വരവ് കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന നേട്ടം ചില്ലറയല്ല. BJPയിൽ നിന്ന് കരുതലും താങ്ങും പ്രതീക്ഷിച്ചെങ്കിലും ലഭിച്ചില്ലെന്ന് സന്ദീപ് വാര്യർ പറയുന്നു. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി മാറി BJP. അതിൽ പെട്ടുപോകുകയായിരുന്നു താൻ. ജനാധിപത്യം മാനിക്കാത്ത, ഏകാധിപത്യം മാത്രം കാത്തു സൂക്ഷിക്കുന്ന പാർട്ടിയിൽ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നുവെന്നും സന്ദീപ് പറഞ്ഞു. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മതേതരത്വം പറഞ്ഞതിന്റെ പേരിൽ BJP നേതൃത്വം തനിക്ക് വിലക്ക് കൽപ്പിച്ചു. BJPയിൽ നിന്ന് താൻ പറഞ്ഞതെല്ലാം ആ സംഘടനയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. വ്യക്തിപരമായ അഭിപ്രായങ്ങളായിരുന്നില്ല ഒന്നും. കോൺഗ്രസിലേക്ക് എത്തിയതിന്റെ ഉത്തരവാദി K സുരേന്ദ്രനും സംഘവുമാണ്. മുഖ്യമന്ത്രിയുമായി സുരേന്ദ്രൻ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റുകളെ എതിർത്തു എന്നതാണ് താൻ ചെയ്ത കുറ്റം. ഇനി സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുകയാണെന്നും കോൺഗ്രസിനെ വിശേഷിപ്പിച്ചുകൊണ്ട് സന്ദീപ് വ്യക്തമാക്കി. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് ഏറെ സന്തോഷമുള്ള ദിവസമാണെന്ന് സുധാകരൻ പറഞ്ഞു. കുറെ കാലമായി BJPയുടെ മുഖവും ശബ്ദവുമായിരുന്നു സന്ദീപ് വാര്യർ. പക്ഷേ മതേതരത്വ ജനാധിപത്യ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ടാണ് കോൺഗ്രസിനെ തിരഞ്ഞെടുത്തത്. സന്ദീപ് വാര്യരെ നെഞ്ചോട് ചേർത്ത് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൽ വളരെ പ്രതീക്ഷയുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. അദ്ദേഹം വർഗീയതയുടെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് സ്നേഹത്തിന്റെയും ചേർത്തു നിർത്തലിന്റെയും രാഷ്ട്രീയത്തിലേക്ക് വരികയാണെന്നും താൻ ഹൃദയപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണെന്നും VD സതീശനും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.